ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. മോർണിംഗ് ടീ, രാവിലെ ഉറക്കമെണീറ്റ് ഒരു ചായയോടൊപ്പം നല്ലൊരു അറിവും, ഭൂമിശാസ്ത്രവും ചരിത്രവും കേരള ഹിസ്റ്ററിയും ഒക്കെ കേട്ട് അതിനോടൊപ്പം നമ്മുടെ മോർണിംഗ് ടീയിൽ സയൻസും എത്തുകയാണ്. ഈ സയൻസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ടീയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ച്. ആ രക്തപര്യന വ്യവസ്ഥയിൽ രണ്ടാമത്തതാണ്, നമ്മൾ രണ്ടാമത് പഠിക്കേണ്ടതാണ് ആ RBC കുറിച്ച്. രക്തത്തിനകത്തെ പ്രധാനപ്പെട്ട ഘടകമായ RBC കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ചായയോടൊപ്പം പഠിക്കുന്നത്. നമുക്ക് കേൾക്കാം. രക്തത്തിനകത്തെ പ്രധാനപ്പെട്ട ഒരു കോശമാണ് RBC. മനുഷ്യ ശരീരത്തിൽ വ്യത്യസ്തങ്ങളായ നിരവധി കോശങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോശ ഇനമാണ് RBC. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോശമാണ് RBC. RBCക്കൊരു സയൻറ്റിഫിക് നെയിമുണ്ട്, എറിത്രോസൈറ്റുകൾ എന്നാണ് ഇവ അറിയപ്പെടുക. ഇവയെ RBCയെ റെഡ് ബ്ലഡ് കോർപ്പസ്കിൾ എന്നാണ് RBCയുടെ പൂർണ്ണമായ പേര്. ഈ RBCയുടെ ശാസ്ത്രീയ നാമമാണ് എറിത്രോസൈറ്റുകൾ. ഈ ശരീരത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ജോലിയാണ് ഈ അരുണരക്താണുക്കളുടെ ജോലി. നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. രക്തത്തിൽ ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് RBCക്കുള്ളത്. ശ്വാസകോശങ്ങളിൽ നിന്നും ഓക്സിജനെ കളക്ട് ചെയ്ത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കാറുണ്ട് എന്നറിയാം. രക്തത്തിൽ ആരാണ് ഈ ജോലി നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം RBC ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തകോശമാണ് RBC. ഒരു RBC, ഇന്ന് ജനിക്കുന്ന RBC ഏകദേശം 120 ദിവസങ്ങൾ ജീവിക്കും. 120 ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്ലീഹയിലോ അല്ലെങ്കിൽ മറ്റ് ലിവറിലോ ഒക്കെ പോയിട്ട് ഇത് ചത്തുപോകും. ശ്രദ്ധിക്കേണ്ടത് 120 ദിവസമാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. നമ്മുടെ ശരീരത്തിൽ 1 മില്ലിമീറ്റർ ക്യൂബ് രക്തമെടുത്താൽ അതിനകത്ത് ഏകദേശം 45 മുതൽ 65 ലക്ഷം RBC കാണും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തകോശമാണ് 1 ഘന മില്ലി ലിറ്റർ. അതിനകത്ത് കാണപ്പെടുന്നത് 45 മുതൽ 65 ലക്ഷം RBC ആണെന്ന് നമുക്കറിയാം. RBCയുടെ നിറം ചോദിച്ചാൽ നമ്മൾ പറയണം റെഡ് ആണ്. അതുകൊണ്ടാണല്ലോ ഈ R എന്ന് കൊടുത്തിരിക്കുന്നത്, റെഡ് ബ്ലഡ് കോർപ്പസ്കിൾ എന്നാണ്. ഈ RBCക്ക് RBCക്ക് ചുവപ്പ് നിറം നൽകുന്ന ഒരു വർണ്ണവസ്തു അതിലുണ്ട്. അവൻ്റെ പേരാണ് HB അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന യഥാർത്ഥത്തിൽ അത് പറയാം, ഒരു കാര്യം പറയാനുണ്ട്. RBC അല്ലേ ഓക്സിജൻ വഹിക്കുന്നത്. RBCയെ ഓക്സിജൻ ക്യാരി ചെയ്യാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിനാണ് ആക്ച്വലി ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. ഹീമോഗ്ലോബിനെ അതിന് പ്രാപ്തനാക്കുന്നത് അതിനകത്തടങ്ങിയിരിക്കുന്ന ഇരുമ്പ് എന്നറിയപ്പെടുന്ന ഒരു എലമെന്റ് ആണ്. ഒരു ഹീമോഗ്ലോബിനിൽ എത്ര ഇരുമ്പാറ്റങ്ങളുണ്ട് എന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം 4 ഇരുമ്പാറ്റങ്ങൾ. ഒരു ഹീമോഗ്ലോബിനിൽ ഏകദേശം 4 ആറ്റങ്ങളാണ് ഉണ്ടാവുക. ഏതാറ്റം? ഇരുമ്പാറ്റങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ RBCക്ക് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ഒരു എലമെന്റ് ആണ് ഇരുമ്പ്. ഒരു ഹീമോഗ്ലോബിനിൽ ഏകദേശം 4 ഇരുമ്പ് ആറ്റങ്ങൾ ഉണ്ടാകും. ക്ലിയർ ആണ്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെ 100 ml രക്തമെടുത്ത് പരിശോധിച്ചാൽ അതിൽ 14.5 മില്ലിഗ്രാം ആണ് അയാളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ്. 14.5 മില്ലിഗ്രാം ഹീമോഗ്ലോബിനാണ് 100 ml പുരുഷന്മാരുടെ രക്തത്തിൽ കാണപ്പെടുക. എന്നാൽ സ്ത്രീകളുടെ രക്തത്തിൽ അത്രത്തോളം ഹീമോഗ്ലോബിൻ ഇല്ല, പുരുഷന്മാരുടെ അത്രത്തോളം. പുരുഷന്മാരുടെ 100 ml രക്തത്തിൽ
14.5 മില്ലിഗ്രാം ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ സ്ത്രീകളുടേതിൽ 100 ml 13.5 മില്ലിഗ്രാം ആണ് ഹീമോഗ്ലോബിന്റെ അളവ്. ഈ RBC ബോൺ മാരോ എന്നറിയപ്പെടുന്ന അസ്ഥിമജ്ജയിൽ വെച്ചാണ് രൂപം കൊള്ളുന്നത്. എന്നിട്ട് ഇവ നശിപ്പിക്കപ്പെടുന്നു 120 ദിവസങ്ങൾ കഴിയുമ്പോൾ. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു RBCയുടെ ലൈഫ് സ്പാൻ 120 ദിവസമാണ്. 120 ദിവസം മാത്രമേ RBCക്ക് ജീവിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ ഇത് ചത്തുപോകും. ചാകുന്ന സ്ഥലമാണ് പ്ലീഹ, അതുപോലെ ലിവർ. ഈ 2 സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന RBC നശിക്കുന്നത്. അതുകൊണ്ട് അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നാണ് ഈ പറയുന്ന പ്ലീഹയെ വിളിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നും അതേപോലെ തന്നെ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് RBCയെ തന്നെയാണ്. RBCയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പോ 100 ml രക്തമെടുത്താൽ, പുരുഷ ശരീരത്തിൽ 100 ml രക്തമെടുത്താൽ അതിൽ 14.5 മില്ലിഗ്രാം ആണ് എന്തിന്റെ അളവെന്ന് പറയുന്നത്? അത് ഹീമോഗ്ലോബിന്റെ അളവ്. സ്ത്രീകളിലാണെങ്കിൽ 13.5 മില്ലിഗ്രാം ആണ് പെർ 100 ml എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ RBCയെ കുറിച്ച് എന്ത് മനസ്സിലായി? RBC രക്തത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന കോശമാണ്. മനുഷ്യ ശരീരത്തിലും ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന കോശമാണ്. 1 മില്ലിമീറ്റർ ക്യൂബ് രക്തത്തിൽ ഏകദേശം 45 ലക്ഷം മുതൽ 60 ലക്ഷം RBC കാണപ്പെടുന്നുണ്ട്. നമ്മൾ ശ്വസിച്ച് കയറ്റുന്ന ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് RBC ആണ്. RBCക്കകത്ത് ഹീമോഗ്ലോബിനാണ് അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. ഹീമോഗ്ലോബിനെ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി നൽകുന്നത് ഇരുമ്പ് എന്ന് പറയുന്ന ഒരു ആറ്റമാണ്. ഒരു ഹീമോഗ്ലോബിനിൽ 4 ഇരുമ്പ് ആറ്റങ്ങളുണ്ട്. മോർണിംഗ് ടീ അടിപൊളി, മോർണിംഗ് ടീ സൂപ്പറാണ്. ചെറിയ അറിവാണ്, പക്ഷേ പൊളിയാണ്. നമുക്ക് 1, 2, 3 തവണ കേട്ടാലും നഷ്ടമില്ല. നല്ല ചായ, നല്ല അറിവ്. അപ്പോൾ നമുക്ക് RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഏത് വൈറ്റമിൻ ആണ് എന്ന് PSC നിരന്തരമായി ചോദിച്ചിട്ടുണ്ട്. ഉത്തരം B9 അതേപോലെ B12. B9 എന്ത് പേരിൽ അറിയപ്പെടുക? ഫോളിക് ആസിഡ് എന്നാണ് അറിയപ്പെടുക. എന്നാൽ സയനോകൊബാൽമിൻ എന്നറിയപ്പെടുന്ന B12 എന്ന് പറയുന്ന വേറൊരു വൈറ്റമിൻ ഉണ്ട്. B9 B12 B കോംപ്ലക്സുകളിൽ 8 വൈറ്റമിനുകളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രക്തകോശങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 എണ്ണമാണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന B9 സയാനോകൊബാൽമിൻ എന്നറിയപ്പെടുന്ന B12. സാധാരണ രക്തകോശങ്ങളിൽ മർമ്മമുണ്ട്, എന്നാൽ മർമ്മമില്ലാത്ത രക്തകോശം ഏതാണ്? ഉത്തരം RBC ആണ്. മർമ്മത്തോടു കൂടി. അപ്പൊ ചോദിക്കും എല്ലാ ജീവജാലങ്ങളിലും RBCക്കകത്ത് മർമ്മമില്ലേ, ന്യൂക്ലിയസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒട്ടകത്തിലുണ്ട്, ലാമയിലുണ്ട്. മർമ്മത്തോടു കൂടിയ RBC കാണപ്പെടുന്ന 2 ജീവികളാണ്. ഒന്ന് ക്യാമൽ, 2 ലാമ. ഏറ്റവും വലിയ RBC ഉള്ള ജീവിയുടെ പേരാണ് സാലമാൻഡർ. പക്ഷെ മനുഷ്യ ശരീരത്തിലെ രക്തകോശങ്ങൾക്ക്, അതായത് RBCക്ക് മർമ്മം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് കേൾക്കേണ്ടത് അരുണരക്താണുക്കൾ പപ്പടം പോലെ ഇരിക്കുന്നു, ഇങ്ങനെ കാണപ്പെടുന്നു, ഡിസ്ക് പോലെ കാണപ്പെടുന്നു. അതിങ്ങനെ വളഞ്ഞ് അരിവാള് പോലെ കാണപ്പെടുന്ന ഒരു രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗം. സിക്കിൾ സെൽ അനീമിയ അരിവാൾ രോഗം എന്നാണ് അറിയപ്പെടുന്നത്. അരുണരക്താണുക്കൾ വളഞ്ഞ് അരിവാള് പോലെയാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്ന് അറിയപ്പെടുന്നത്. വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് അരിവാൾ രോഗം. ഇപ്പോൾ വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളിൽ കാണപ്പെടുന്ന പാരമ്പര്യ രോഗമാണ് അരിവാൾ രോഗം. ഈ അരുണരക്താണുക്കളുടെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. RBC നല്ലതാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് RBC നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ അപകടമുണ്ടാകും. RBC ശരീരത്തിൽ കൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പോളിസൈത്തീമിയ എന്ന് പറയും. പോളിസൈത്തീമിയ. ഓക്കെ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് അനീമിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന ഒരു കണ്ടീഷന് കാരണമാകും. നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ നമുക്ക് വിളർച്ചയുണ്ടാകും. ഓക്സിജൻ കോശങ്ങളിൽ എത്തൂല. അതാണ് വിളർച്ച, അനീമിയ എന്ന് പറയുന്ന ഒരു രോഗം. RBC പൊട്ടിപ്പോകും ചില ആൾക്കാരിൽ. അതാണ് ഹീമോളിറ്റിക് അനീമിയ എന്ന് പറയും. ഹീമോളിറ്റിക് അനീമിയ
RBC പൊട്ടുന്നത് കൊണ്ടുണ്ടാവുന്ന വിളർച്ചയാണ് ഹീമോളിറ്റിക് അനീമിയ. ഇനി നമ്മൾ രക്തം എടുത്തിട്ട് അതിനകത്ത് 1 മണിക്കൂർ സമയത്തെ RBCയുടെ അടിഞ്ഞുകൂടലിന്റെ നിരക്ക് നോക്കും. ഇതിനെയാണ് എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞ RBCയുടെ ശാസ്ത്രീയ നാമമാണ്. സെഡിമെന്റേഷൻ അടിഞ്ഞുകൂടുക റേറ്റ് നിരക്ക്. ESR എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. 1 മണിക്കൂർ സമയം കൊണ്ട് RBCയുടെ അടിഞ്ഞുകൂടലിനെയാണ് നമ്മൾ ESR എന്ന് പറയുക. ESR ഒരു അളവുണ്ട്, അതിനേക്കാൾ കൂടിയാൽ അണുബാധ. ESR കൂടുതലാണ് എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ESR കൂടിയാൽ. RBC എന്ന് പറയുന്ന രക്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ബോൺ മാരോ ഉണ്ടാക്കുന്ന ഫോളിക് ആസിഡും സയാനോകൊബാൽമിനും ഒക്കെ അതിൻ്റെ വൈറ്റമിനുകളാണ് അത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന. RBC എന്ന് പറയുന്ന ആള് നമ്മുടെ രക്തത്തിൽ ഉണ്ട്. അത് ഡിസ്ക് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ആദിവാസികളിൽ, വയനാട്ടിലെ ആദിവാസികളിൽ ചിലരിൽ അത് അരിവാള് പോലെ വളഞ്ഞു കാണപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. പോളിസൈത്തീമിയ RBCയുടെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന ഒരു രോഗമാണ്. അനീമിയ ഇതിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് പഠിച്ചു. RBC പഠിച്ചതോടുകൂടി രക്തം കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ കഴിഞ്ഞ മോർണിംഗ് ടീയിൽ നമ്മൾ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ഇന്ന് നമ്മൾ RBC പഠിച്ചു. ഇനി നമുക്ക് WBCയും പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയും ഒക്കെ പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. തൽക്കാലം ഇന്ന് നല്ലൊരു ചായ കുടിച്ചു എന്ന പ്രതീതി ഉണ്ടായെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും ഇതൊന്നും മറന്നു പോകരുത്. വീണ്ടും കാണേണ്ടതാണ്, കാണണം. ജയിക്കുന്നത് വരെയാണ് നമ്മുടെ ഈ പോരാട്ടം. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പോരാട്ടം അവസാനിപ്പിക്കേണ്ടതും ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നല്ല അറിവുകളുമായി വീണ്ടും മോർണിംഗ് ടീ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ബൈ ബൈ.